നോക്കൂ, ഇവിടെ വളരെ കൗതുകകരമാണ് ഈ ചർച്ച. ഇവിടെ ജയചന്ദ്രൻ ഇത് പറയുമ്പോൾ CPM-ന്റെ ഒരു പ്രതിനിധികൾ പോലും ഈ ചർച്ചയിലേക്ക് വരുന്നില്ല. ജയചന്ദ്രൻ ഞാൻ പറയാൻ പാടില്ല, ചിലപ്പോൾ എന്നെ ഇന്നിപ്പോൾ പോലീസ് വന്ന് പിടിച്ചുകൊണ്ടുപോയി കുറിച്ച് നിർത്തിയിടിക്കും. ജയചന്ദ്രൻ CPM സഹയാത്രികനായതുകൊണ്ട് അദ്ദേഹത്തിന് ബഹുമതി. എന്നാൽ CPM-ന്റെ പാനലിസ്റ്റ് ആണെങ്കിൽ ഞാൻ ബഹുമാനപ്പെട്ടതെന്നേ പറയൂ. കാരണം ഇനി എന്നെ പോലീസ് കൊണ്ട് ഇടിക്കരുതല്ലോ. കാരണം ഇന്ന് അങ്ങനെയാണ് സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത്. CPM-ന്റെയും പിന്നെ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്നവരെല്ലാം ബഹുമാനപ്പെട്ടവർ എന്ന് അഭിസംബോധന ചെയ്തോണം, അല്ലെങ്കിൽ ഇടിച്ച് കൂമ്പുവാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബഹുമാനപൂർവ്വം സംസാരിക്കുന്നുള്ളൂ. ഏതായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അദ്ദേഹം പറയുന്നത് ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടുമെന്നാണ്. എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് വഴിയേ അറിഞ്ഞോളൂ. ഓരോരുത്തരും ആക്ഷൻ ഹീറോ ബിജു ആണ് എന്ന മട്ടിലാണ് സമൂഹ മാധ്യമങ്ങളോട് പോസ്റ്റ് ഇട്ട് മുഖ്യമന്ത്രിക്ക് നേരെ നോക്കി പല്ലളിക്കുന്നത്. എന്നിട്ടും മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് ഒരു കഴിവുറ്റ മുഖ്യമന്ത്രി എന്ന് പറയുക? അദ്ദേഹത്തെ പോലെ ഇത്രയും ദുർബലനായ ഒരു ആഭ്യന്തരമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് സസ്പെൻഷൻ വരുന്നത്. ആ സസ്പെൻഷൻ കൊണ്ട് തീരുകയല്ല, സസ്പെൻഷൻ കൊണ്ട് വേറൊരു തരത്തിലുള്ള അന്വേഷണം തുടങ്ങുകയും അത് എത്തി നിൽക്കുന്നത് സ്വാഭാവികമായും അവർ ഈ സേനയിൽ ഇല്ലാതാകുന്ന നിലയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം രാവിലെ എടുത്ത് തീരുമാനമായി. ഒരു കൊലപാതകം നടന്നു, പെട്ടെന്ന് പ്രതിയെ പിടിച്ച് തൂക്കിക്കൊല്ലാൻ പറ്റില്ലല്ലോ. അതിനതിൻ്റെതായിട്ട് പ്രോസസ്സുണ്ട്, ഡ്യൂ പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിലൂടെ പോവുകയാണ് ഈ വിഷയം. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നു. ജയചന്ദ്രൻ, ഒന്ന് താങ്കൾ പറയുന്നതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഈ ഡ്യൂ പ്രോസസ് എന്ന് പറയുന്നത് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഉണ്ടാകേണ്ട ഒന്നല്ല. ഈ സംഭവം നടന്ന ഉടൻ തന്നെ മേലുദ്യോഗസ്ഥരടക്കം ഈ CCTV ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് 2 ഇൻക്രിമെന്റ് കട്ട് ചെയ്താൽ മതി എന്ന തീരുമാനമെടുത്തത്, സ്ഥലം മാറ്റിയാൽ മതി എന്നുള്ള തീരുമാനമെടുത്തത്. 2, അതല്ല ഉദ്ദേശം. ഞാൻ ആവർത്തിച്ച് താങ്കളോട് ചോദിക്കുന്നു, നടപടികളൊക്കെ അവിടെ നടക്കട്ടെ, ഇനി സമയമെടുക്കും തന്നെ ഇരിക്കട്ടെ. അപ്പോഴും മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസുകാർക്ക് ഒരു മുന്നറിയിപ്പായി ഇതിവിടെ അനുവദിക്കില്ല എന്ന് പറയാൻ ഈ മുഖ്യമന്ത്രിക്ക് എന്താണ് ഭയമെന്നാണ്? കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു പ്രശ്നം ഒരു ഡോക്ടറെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ ആരോഗ്യ മേഖലയെ ആകെ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞാണല്ലോ മുഖ്യമന്ത്രി. അങ്ങനെ പോലും ഈ പോലീസുകാരുടെ നടപടി കൊണ്ട് ആഭ്യന്തര വകുപ്പ് അവഹേളിക്കപ്പെടുന്നു, അല്ലെങ്കിൽ എപ്പോഴും പറയാറുള്ളത് പോലെ കേരളത്തിന്റെ പ്രതിച്ഛായക്ക് കോട്ടം വരുന്നു എന്ന് പോലും അദ്ദേഹം പറയാത്തത് ഒന്നെങ്കിൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയും പരിഹാസവുമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവരെ ഭയമാണ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അല്ല, താങ്കൾ അങ്ങനെ ധരിച്ചോളൂ. അതിനുള്ള മറുപടി ഇത്രയേ ഉള്ളൂ. അതിന് അക്കാര്യത്തിൽ ഉരുക്കുമുഷ്ടിയോടെ തന്നെ നേരിടണം എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിന്റെയും മുഖ്യമന്ത്രി അടങ്ങുന്ന സർക്കാർ സംവിധാനത്തിന്റെയും നിലപാടും തീരുമാനവും. ആ തീരുമാനമാണ് നടപ്പായിരിക്കുന്നത്. അതെ, 2 ഇൻക്രിമെന്റ് കട്ട് ചെയ്യുന്നതും വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം കൊടുക്കുന്നതാണ് ഉരുക്കുമുഷ്ടി എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ എനിക്കതിൽ ഒന്നും പറയാനില്ല. ശ്രീ ജയചന്ദ്രൻ, തിരിച്ചു വരാം താങ്കളിലേക്ക്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.